ദുരന്ത ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വർഷത്തിൽ 4-5 മാസക്കാലം മഴ കിട്ടുന്നില്ലായിരുന്നെങ്കിൽ അതീവ ഗുരുതരമായ രോഗങ്ങൾ കേരളത്തിൽ പടർന്നു പിടിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ഉപയോഗശൂന്യമായ എല്ലാ വസ്തുക്കളും തെരുവുകളിലേക്കും മറ്റ് പറമ്പുകളിലേക്കും എല്ലാം വലിച്ചെറിഞ്ഞ് രോഗങ്ങൾ പടരാനും ഗുരുതരാവസ്ഥകൾ ഉണ്ടാക്കാനും എല്ലാമാണ് നമ്മൾ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിനെതിരായിട്ടുള്ള വ്യാപകമായ അവബോധം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡും മലയാള മനോരമയുടെ നല്ല പാഠം പ്രവർത്തകരും ഗ്രീൻ ആൻഡ് ക്ലീൻ സൊസൈറ്റിയും അവരോടൊപ്പം ഈ സ്ഥലത്തെ സ്കൂൾ കുട്ടികളും പ്രത്യേകിച്ച് SFS സ്കൂളിലെ കുട്ടികളും അധ്യാപകരും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു ശുചീകരണ പ്രവർത്തനത്തിന് ഇവിടെ ഇന്ന് തുടക്കമിടുന്നത്. ഇത് തുടർന്നും ചെയ്യാൻ ഉള്ള പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ഈ പ്രവർത്തനം വലിയ വിജയമാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണ കേന്ദ്രം ശുചിത്വമായും വൃത്തിയായും വെക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഇത് ആരംഭിക്കുമ്പോൾ ശുചിത്വവാരമല്ല, ഒരു വർഷത്തേക്കിനുള്ള ശുചിത്വ പരിപാടികൾ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കെല്ലാവർക്കും ഏറെ അഭിമാനിക്കാം. കാരണം ഞാൻ ഈ അടുത്തയിടയിൽ കണ്ട ഒരു വീഡിയോ ഉണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ 3 വിദ്യാർത്ഥിനികൾ അവര് ഒന്നു ചേർന്നുകൊണ്ട്